വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡ്സ് സ്പെഷ്യൽ ദാൽ കറിയുമായിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പൊതുവേ ഇഷ്ടമുള്ള ഒരു കറിയാണ് പരിപ്പ് കറി അല്ലേ. പക്ഷേ അത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് എങ്ങനെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വളരെ ഈസിയാണ്, നമുക്ക് ലഞ്ച് ബോക്സിലേക്കും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തുവരപ്പരിപ്പാണ് വെള്ളത്തിൽ കുതിർത്തിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ സാമ്പാറൊക്കെ എടുക്കുന്ന ആ ഒരു പരിപ്പുണ്ടല്ലോ, അതാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പ് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് ഇടാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികളാണ് ഇതൊക്കെ. കുറച്ച് ക്യാരറ്റ്, മത്തങ്ങ, തക്കാളി, കത്രിക്ക, വെണ്ടയ്ക്ക, വെള്ളരിക്ക, കുറച്ച് സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പം സാമ്പാറിലിടുന്ന കഷ്ണങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾ സാമ്പാർ കൂട്ടാൻ മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഈ പച്ചക്കറികളൊക്കെ പരിപ്പിലിടുമ്പോൾ അവൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾ കഴിക്കാൻ മടിക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ പരിപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ തന്നെ, പക്ഷേ വെളുത്തുള്ളി എക്സ്ട്രാ ആയിട്ട് വരുന്നു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പരിപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായിട്ട് കുതിർത്ത് വെച്ച പരിപ്പാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. പിന്നെ ഈ പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല, അത് നമുക്ക് വഴറ്റി ചേർക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും സമയമില്ലെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കുക്ക് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാവിലെയൊക്കെ നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുക്കാനാണ് ഒട്ടും നേരമില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടാലും മതി. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് നെയ്യ്, ഇത്രയും ചേർത്താണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കുക്കർ അടച്ച് വിസിലിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ മതിയായിരിക്കും. എന്തായാലും ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് കുക്കാവും. അപ്പോൾ തുവരപ്പരിപ്പായതുകൊണ്ടാണ് കുറച്ച് ഒരു താമസം വരുന്നത്. അതുമല്ല, ഇപ്പോൾ ചെറുപയർ പരിപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്യുക. എന്തായാലും നന്നായിട്ട് ഉടയുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു രീതിയിലാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കഷ്ണങ്ങൾ, പച്ചക്കറിയൊന്നും അധികം കാണാൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതവിടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചീനിച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചീരയില അരിഞ്ഞതും കൂടിയാണ് ഞാനിതിൽ ചേർക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നിങ്ങൾക്ക് കുക്കറിൽ ഒറ്റയടിക്ക് കുക്ക് ചെയ്തും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് വഴറ്റി ചേർക്കണം എന്നില്ല. ഇതെല്ലാം കൂടെ ജീരകം ഉൾപ്പെടെ എല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. എന്നിട്ട് അവസാനം കുറച്ച് നെയ്യ് അതിൽ ഒഴിച്ചെടുത്താലും മതി. അതല്ല ഇപ്പോൾ ഇങ്ങനെ വഴറ്റി ചേർക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ചീരയിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടച്ച് അധികം കാണാത്ത പോലെ, കുട്ടികൾക്കത് വിസിബിൾ അല്ലാത്ത രീതിയിൽ ഒന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായ ഒരു നുള്ള് കായപ്പൊടിയും കുറച്ച് നെയ്യും ചേർത്ത് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വളരെ ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞു. ഇതിലിപ്പോൾ ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല, കുട്ടികൾക്കായതുകൊണ്ടാണ് പച്ചമുളക് ആഡ് ചെയ്യാഞ്ഞത്. എരിവ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ വേറൊരു രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു പരിപ്പ് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റൈസും കൂടെ, നമ്മളിങ്ങനത്തെ സോന മസൂരി റൈസൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് ഒരു ദാൽ റൈസ് എന്നുള്ള ഒരു രീതിയിൽ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് റൈസും ദാലുമായിട്ടാണ് ചെയ്ത് കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.